പാലായിൽ വൻ ലഹരിവേട്ട. മയക്കുമരുന്നായി ദുരുപയോഗം ചെയ്തു വരുന്ന ഫൈൻടെർമൈൻ സൾഫേറ്റ് ശേഖരമാണ് പിടികൂടിയത്. ഉള്ളനാട് ഭാഗത്ത് പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ റെയ്ഡിലാണ് മെഫെൻറ്റർമൈൻ സൾഫേറ്റിൻ്റെ 300 എണ്ണം പിടികൂടിയത്. ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസ് പിടിയിലായി. മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ പറയൂ. വ്യാപകമായി ഈ മെഫെൻറ്റൈൻ സൾഫേറ്റ് എന്ന് പറയുന്ന ഈ മരുന്ന് ഉപയോഗിക്കുന്നതായി, അതായത് ലഹരിക്കായി ഉപയോഗിക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിനാണ് ഇപ്പോൾ 300 ഇത്തരത്തിലുള്ള മെഫെൻറ്റൈൻ സൾഫേറ്റിന്റെ 300 പാക്കറ്റുകൾ, 300 വയലുകൾ പിടിച്ചെടുത്തിട്ടുള്ളത്. കണ്ണൻ എന്ന് വിളിക്കുന്ന ജിതിൻ ജോസ് എന്ന് പറയുന്ന ആളെ, ഉള്ളനാട് സ്വദേശിയാണ്. ഈ ഉള്ളനാട് നിന്ന് അയാളെ പിടികൂടിയത്. ഇയാൾ ഇതിന്റെ വിതരണക്കാരനാണ്. ഏതാണ്ട് 140 രൂപ മാത്രം വില വരുന്ന ഈ മെഫെൻറ്റൈൻ സൾഫേറ്റിനെ 500 രൂപയ്ക്കാണ് ഇയാൾ വിറ്റിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കൊറിയർ വഴിയാണ് ഇയാൾ ഇത് വിതരണത്തിനായി എത്തിച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ മരുന്ന് ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയ സമയത്തെല്ലാം ഹൃദയമിടിപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി, അത് താഴ്ന്നു പോകാതിരിക്കാൻ കൃത്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതാണ് ഇത്തരത്തിൽ ലഹരിക്കായി ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള കൃത്യമായി ഡോക്ടർമാർ എടുക്കേണ്ട കാര്യമാണ്. അതെല്ലാം ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണത്തിൽ മാത്രമാണ് ഈ മരുന്നെല്ലാം ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ ലഹരിക്കായി ഇത് ഉപയോഗിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കുത്തിവെപ്പ് എടുക്കുന്നു, ഞരമ്പുകളിലേക്ക് കുത്തിവെപ്പെടുത്താണ് ഇത് ലഹരിക്കായി ദുരുപയോഗം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ HIV അടക്കമുള്ള രോഗങ്ങൾ പകരുന്നതിനും ഇത് ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്, എക്സൈസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും ഈ കണ്ണൻ എന്ന് വിളിക്കുന്ന ഉള്ളനാട് സ്വദേശിയായിട്ടുള്ള ജിതിൻ ജോസിനെ ഇതിൻ്റെ ഈ 300 പാക്കറ്റുകളുമായി പിടികൂടിയിരിക്കുകയാണ്. മറ്റു നടപടികൾ, വകുപ്പുകളെല്ലാം ചുമത്തി അറസ്റ്റ് അടക്കമുള്ള നടപടികൾ രേഖപ്പെടുത്തുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ട തന്നെയാണ് ഇപ്പോൾ പാല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. 300 പാക്കറ്റുകൾ എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒരു കണക്കല്ല. വലിയൊരു ലഹരി വേട്ട തന്നെ പാലായിൽ ഉണ്ടായിരിക്കുന്നു. പാല റേഞ്ച് എക്സൈസ് ടീമിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ഈ 300 മെഫെൻറ്റൈൻ സൾഫേറ്റുകൾ പിടികൂടുകയും ചെയ്തത്. പാലായിൽ വൻ ലഹരി മരുന്ന് വേട്ട. മെഫെൻറ്റൈൻ സൾഫേറ്റിൻ്റെ 300 എണ്ണമാണ് പിടികൂടിയത്. ഒരാൾ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.